പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉദ്യോഗാർത്ഥികളെ, 10ാം ക്ലാസ് യോഗ്യതയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇന്ത്യൻ ഡിഫൻസിലേക്ക് പോകുവാൻ നല്ലൊരു അവസരമാണ് വരാൻ പോകുന്നത്. SSC GD കോൺസ്റ്റബിൾ പാരാമിലിറ്ററി ഫോഴ്സിലേക്ക് 60,000-ൽ പരം വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ അൺഒഫീഷ്യലായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത മാസം അതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിരിക്കും ഇതിന്റെ എക്സാം നടക്കാൻ പോകുന്നത്. നല്ലൊരു അവസരമാണ്. കാരണം 60,000-ൽ കഴിഞ്ഞ തവണ തന്നെ 46,000 വേക്കൻസി ആയിരുന്നു. ഇത്തവണ 60,000-ൽ പരം വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നല്ലൊരു അവസരമാണ്. ആരാണോ യൂണിഫോം സേനയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്, പെർമനന്റ് നിയമനമാണ്. ഏറ്റവും ഇതിന്റെ അഗ്നിവീർ അല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത്. പെർമനന്റ് 59 വയസ്സ് വരെ സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഇത്. ഡയറക്റ്റ് ഹോം മിനിസ്റ്ററുടെ അണ്ടറിലാണ് ഈ ഒരു ഉദ്യോഗം വരുന്നത്. CRPF, BSF, ITBP, SSB അങ്ങനെ 10ഓളം കാറ്റഗറിയിലേക്കാണ് ഇതിന്റെ സെലക്ഷൻ ആവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കാൻ പോകുന്നത്. നല്ലൊരു സാലറി പാക്കേജ് ആണ്. സ്റ്റാർട്ടിംഗ് തന്നെ 40,000-ൽ പരം സാലറിയാണ് ലഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഓരോ ഏരിയ കേന്ദ്രീകരിച്ച് അതിന്റെ എക്സ്ട്രാ അലവൻസ്, ബാക്കി ഓൾ ഫെസിലിറ്റി, ക്യാൻറ്റീൻ ഫെസിലിറ്റി ആയിക്കോട്ടെ, മെഡിക്കൽ ഫെസിലിറ്റി ആയിക്കോട്ടെ, എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ആൺകുട്ടികൾക്ക് 170 സെന്റിമീറ്റർ ഹൈറ്റ് ആണ് വരുന്നത്. പെൺകുട്ടികൾക്കാണെങ്കിൽ 157 സെന്റിമീറ്റർ. ST കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 162.5 സെന്റിമീറ്റർ മാത്രം ഹൈറ്റ് മതി. പെൺകുട്ടികൾക്കാണെങ്കിൽ 152 സെന്റിമീറ്റർ മതി. അടുത്താണ് ഇതിന്റെ ഏജ് ലിമിറ്റ്. ഏജ് ലിമിറ്റ് 18 മുതൽ 23 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വരുന്നത്. അതുപോലെ തന്നെ SC ST കുട്ടികൾക്കാണെങ്കിൽ 28 വയസ്സ് വരെ, OBC കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ 26 വയസ്സ് വരെ പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ്. നല്ലൊരു അവസരമാണ്. കാരണം 28 വയസ്സ് വരെ യൂണിഫോം സേനയിലേക്ക് പോകാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം യൂണിഫോം സേന എന്നുള്ളത് ഇന്ത്യക്ക് വേണ്ടി സർവ് ചെയ്യാൻ ചാൻസ് കിട്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു പുണ്യം എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഇതിനെ കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 3 സ്റ്റേജുകളിലായിട്ടാണ് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത്. ആദ്യം തന്നെ റിട്ടേൺ എക്സാമിനേഷൻ ആയിരിക്കും. 160 മാർക്കിന്റെ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, GK, അതുപോലെ തന്നെ റീസണിങ്. ഇങ്ങനെ 4 പേപ്പറുകളായിട്ടായിരിക്കും ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. ഇതിൽ 40 മാർക്ക് ഈച്ച് ആയിരിക്കും ഓരോ സിലബസിനും കൊടുക്കുന്നത്. അങ്ങനെ 160 മാർക്കിന്റെ എക്സാമിനേഷൻ ആയിരിക്കും ഫസ്റ്റ് ടേമിൽ നടക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് അതിൽ ക്വാളിഫിക്കേഷൻ ആവുന്ന ഉദ്യോഗാർത്ഥികളെ സെക്കൻഡ് സ്റ്റേജിലേക്ക് ഫിസിക്കൽ ടെസ്റ്റിന് ക്ഷണിക്കപ്പെടും. അതിൽ 5 കിലോമീറ്റർ റണ്ണിംഗ് ആണ് ഇതിന് വേണ്ടത്. 5 കിലോമീറ്റർ റണ്ണിംഗ് 24 മിനിറ്റിനകത്ത് ക്രോസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. ഇതിൽ എക്സലന്റ്, ഗുഡ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി എന്ന കോളം ഇതിൽ ഇല്ല. പെൺകുട്ടികൾക്കാണെങ്കിൽ 1600 മീറ്റർ റണ്ണിംഗ് ആണ്. അതിൽ 8 മിനിറ്റ് ആണ് ലഭിക്കുന്നത്. ഈ ഒരു 8 മിനിറ്റിനകത്ത് ക്വാളിഫിക്കേഷൻ ആകുന്ന ഉദ്യോഗാർത്ഥികൾ പെൺകുട്ടികളിൽ അതിന് അടുത്ത ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഇതിന്റെ മെഡിക്കൽ പ്രൊസീജിയർ. മെഡിക്കലിനകത്തും ഷോർട്ട് ലിസ്റ്റ്, അതായത് ഓൾ ക്ലിയർഡ് ആവുന്ന മെഡിക്കൽ ഫിറ്റ് ആകുന്ന ഉദ്യോഗാർത്ഥികളെ ഫൈനൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയും അവരുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കോൾ ലെറ്റർ വരികയും അതിനകത്താണ് അവരുടെ പറയുന്നത് BSF-ലേക്കാണോ അതായത് മാർക്കിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ നിയമനം ഇന്ന കാറ്റഗറിയിൽ, അതായത് BSF-ലേക്കാണെങ്കിൽ അല്ലെങ്കിൽ CRPF അങ്ങനെയുള്ള കാറ്റഗറിയിലേക്ക് അവർക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ മെയിനായിട്ട് 3 സ്റ്റേജുകളിലായിട്ടാണ് ഈ SSC GD കോൺസ്റ്റബിളിൻ്റെ എക്സാം പ്രൊസീജിയർ നടക്കുന്നത്. ഈ ഒരു 3 സ്റ്റേജിലും ക്ലിയർ ചെയ്യപ്പെടുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഒരു 90% നമുക്ക് ഹോപ്പ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഈ ഒരു 3 പ്രൊസീജിയറുകളായിട്ട് ആയിരിക്കും സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത്. നല്ലൊരു അവസരമാണ്. കാരണം 10ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യൻ സേനയിലേക്ക്, അതും പെർമനന്റ് ജോബായിട്ടുള്ള 59 വയസ്സ് വരെ സർവീസ് ചെയ്യാൻ സാധിക്കുന്ന പാരാമിലിറ്ററി ഫോഴ്സുകളിലേക്കായിരിക്കും ഇവർക്ക് നിയമനം ലഭിക്കുന്നത്. നല്ലൊരു അവസരമാണ് വരാൻ പോകുന്നത് ഇനി. കാരണം ഇനിയിപ്പോൾ 4 മാസം മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെ കേരളത്തിന് പുറമേ ഒന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 1 ഇയർ പ്രിപ്പറേഷനാണ് അതർ സ്റ്റേറ്റുകളിൽ SSC GDക്ക് മാത്രമായിട്ട് ഉദ്യോഗാർത്ഥികൾ പ്രിയോറിറ്റി കൊടുക്കുന്നത്. കേരളത്തിൽ SSC GD കോൺസ്റ്റബിളിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് മാക്സിമം ഉദ്യോഗാർത്ഥികളും ഇതിനെക്കുറിച്ചിട്ട് അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് അപ്ലിക്കേഷൻ പോലും കൊടുക്കാത്ത ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയതിനാൽ ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങളുടെ രക്ഷിതാക്കളായിക്കോട്ടെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ നിങ്ങളുടെ മക്കളിലേക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സുകളിലേക്കും റിലേറ്റീവ്സിലേക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഓപ്പണായിട്ട് നിങ്ങളോട് പറയാനും കാരണം, ഇത്തരം ഡിഫൻസ് ജോലി സംബന്ധമായിട്ടുള്ള ഓരോ വ്യക്തമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കാറുണ്ട്. ആയതിനാൽ നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത്തരം അപ്ഡേഷൻ നമ്മൾ ഓൺ ദ സ്പോട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഡ്രോൺ അക്കാഡമിയിൽ ഈ മാസം 29 മുതൽ ടെറിട്ടോറിയൽ ആർമി, ഡൽഹി പോലീസ്, അതുപോലെ തന്നെ SSC GD കോൺസ്റ്റബിളിന്റെ 4th ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓരോ ഡൗട്ടും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് സംബന്ധമായിട്ടുള്ള SSC GD സംബന്ധമായിട്ടുള്ള എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും ഞങ്ങളായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
ജയ് ഹിന്ദ്.